നമസ്കാരം. സന്ദീപ് വാര്യർ പാർട്ടി വിടുന്നു, പുതിയ പാർട്ടിയിൽ ജോയിൻ ചെയ്യുന്നു. പാലക്കാട് ഇത് തരംഗമുണ്ടാക്കി എന്നൊരു പക്ഷം, ഇത് ഒരു ചുക്കുമുണ്ടാക്കിയില്ല എന്ന് മറുപക്ഷം. ഇതിനെക്കുറിച്ചാകട്ടെ ഇന്നത്തെ ചർച്ച. പല പ്രമുഖ നേതാക്കന്മാരും പുതിയ പാർട്ടിയിൽ വന്ന് ജോയിൻ ചെയ്യുന്നതും തങ്ങളുടെ പാർട്ടിയും ആദർശവും ഒക്കെ വിടുന്നതും പുതിയ കാര്യമല്ല. ഇത് പലപ്പോഴായി നടന്ന കാര്യമാണ്. എങ്കിലും വളരെയധികം സംശയിക്കുന്ന ഒരു കാര്യമാണ്, തങ്ങൾ ഇത്രകാലം വിശ്വസിച്ച ആദർശങ്ങൾ എങ്ങനെയാണ് ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോഴേക്കും മാറ്റിമറിക്കപ്പെടുന്നത്? ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പലരുടെയും ഉത്തരം ഇങ്ങനെയാണ്. പല നേതാക്കന്മാരും എന്ന് വെച്ചാൽ പല പാർട്ടിയിലെയും മുതിർന്ന നേതാക്കന്മാരുടെ ആഢ്യത്വം അല്ലെങ്കിൽ അവരുടെ ചില അഹങ്കാരമൊക്കെയാണ് പല നേതാക്കന്മാരും തങ്ങളുടെ ആദർശവും തങ്ങളുടെ പാർട്ടിയും വിടാൻ നിർബന്ധിതരാകുന്നത് എന്നതാണ് വാസ്തവമായ കാര്യം. സന്ദീപ് വാര്യർ എന്നാണ് BJPക്ക് അന്യനായത്? ഇത്രകാലത്തോളം അവരൊക്കെ വാഴ്ത്തിയിരുന്നു സന്ദീപ് വാര്യരെ. അയാൾ പാർട്ടി വിടില്ല എന്ന് തന്നെയായിരുന്നു പലരുടെയും വിശ്വാസം. നിസ്സഹായാവസ്ഥയാണ് അയാളെ പാർട്ടി വിടാൻ പ്രേരിപ്പിച്ചത് എന്നത് വ്യക്തമായ കാര്യമാണ്. കാരണം ആ ചർച്ചയുടെയൊക്കെ ആദ്യ തുടക്കത്തിൽ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഒരു പാർട്ടിയിലും പോകുന്നില്ല, ഞാൻ പാലക്കാട് ഇലക്ഷനിൽ പ്രവർത്തിക്കുന്നില്ല എന്നൊക്കെയാണ്. എന്നാൽ അദ്ദേഹത്തിനൊരു പുല്ല് വില പോലും കൊടുത്തില്ല എന്നത് വാസ്തവമായ കാര്യമല്ലേ? നിവർത്തികെട്ടാണ് സന്ദീപ് വാര്യർ തന്നെ അംഗീകരിക്കുന്ന, തന്നെ സ്വീകരിക്കുന്ന, തൻ്റെ വില കണക്കാക്കുന്ന പാർട്ടിയിലേക്ക് ചേർന്നത് എന്ന് നമുക്ക് കാണാം. ഇതിന് നമുക്കൊരിക്കലും കുറ്റം പറയാൻ സാധിക്കില്ല. ഈ പറയുന്ന മുതിർന്ന നേതാക്കന്മാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ അഹങ്കാരം, നിങ്ങളുടെ ചില പദപ്രയോഗങ്ങളൊക്കെ നിങ്ങൾക്ക് താഴെയുള്ള ചെറു നേതാക്കന്മാരെ നിങ്ങൾ ഇകഴ്ത്തി കാണിക്കുന്നു. അവരുടെ പ്രവർത്തനത്തെ നിങ്ങൾ ഇത്രകാലം അവർ പ്രവർത്തിച്ചതിനെ നിങ്ങൾ ഇകഴ്ത്തി കാണിക്കുന്നു, ചെറുതായി കാണുന്നു. അത് നിങ്ങളുടെ പാർട്ടിയുടെ നാശത്തിലേക്കാണ് പോകുന്നത്. ഈ പറഞ്ഞ സന്ദീപ് വാര്യർ ഇപ്പോൾ എത്തിയിരിക്കുന്നത് കോൺഗ്രസിലാണ്. അവിടെയും ഇതുപോലെ മത്സരിക്കുകയാണ് കസേരയ്ക്ക് വേണ്ടി. ഒരു കാഴ്ച നമുക്ക് കാണാം. വളരെ കുറച്ചു കാലം മുന്നേ നടന്നൊരു സംഭവമാണ്. നമ്മുടെ KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള ഒരു ചെറിയ അടിപിടി. നമുക്കതൊന്ന് കണ്ടു നോക്കിയാലോ? പാർട്ടികളും ആദർശങ്ങളും പ്രതിപക്ഷവും ഭരണപക്ഷവും ഒക്കെ എക്കാലത്തും നിലനിൽക്കണം. ഇതെല്ലാം ജനാധിപത്യത്തിൻ്റെ നട്ടെല്ലാണ്. അതിനെ ഒരിക്കലും മാറ്റി നിർത്താൻ സാധിക്കില്ല. പക്ഷേ പാർട്ടിയിലെ മുതിർന്ന ചില നേതാക്കന്മാരുടെ ചില വ്യക്തി താല്പര്യങ്ങൾ, അവരുടെ ആദർശങ്ങൾ അവരുടെ വ്യക്തി താല്പര്യങ്ങളാകുമ്പോൾ പാർട്ടി നശിക്കുമെന്നത് വ്യക്തമായ കാര്യമാണ്. മൈക്കിനും സീറ്റിനുമൊക്കെ നേതാക്കന്മാർ തമ്മിൽ പരസ്പരം തല്ലാണ്. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് എങ്ങനെ ഭരിക്കാൻ സാധിക്കും? എങ്ങനെ പ്രതിപക്ഷമായി തുടരാൻ സാധിക്കും? എങ്ങനെ ഒരു പാർട്ടിയുടെ ഇത്രയും കോർഡിനേഷൻ ഇല്ലെങ്കിൽ ഇനി എങ്ങനെ അടുത്ത തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കും? ജനങ്ങൾക്ക് എന്ത് പ്രതീക്ഷയാണ് നൽകുന്നത്? ഇനി സുരേന്ദ്രൻ ഇപ്പോൾ സന്ദീപ് വാര്യർ പോയതിനു ശേഷം സുരേന്ദ്രൻ പറഞ്ഞ വാക്കുകളും നമുക്ക് കേൾക്കാം. വെറുപ്പിന്റെ ഇടം വിട്ട് സ്നേഹത്തിന്റെ കടയിലേക്ക് വന്നു. കെ സുരേന്ദ്രൻ കൂട്ടരുമാണ് ഞാൻ BJP വിടാൻ കാരണമെന്നാണ് സന്ദീപ് വാര്യരുടെ ഏറ്റവും പുതിയ ആരോപണം. 23-ാം തീയതി കഴിഞ്ഞാലും അവിടെ തന്നെ സതീശൻ പിടിച്ചു നിർത്തണം. ജൂനിയർ മാൻഡ്രാക്ട് എന്നൊരു സിനിമയുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. 23 കഴിഞ്ഞ് ഇങ്ങോട്ട് തിരിച്ചു വിടരുത്. ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു കരുത്തുറ്റ നേതാവുണ്ടായിരുന്നു BJPയിൽ, ഉണ്ട് ഇപ്പോഴും. ഇവരോട് സുരേന്ദ്രനും അതുപോലെ തന്നെ ഇവരുടെ അനുയായികളൊക്കെ കാണിച്ച പരിപാടി നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഇനിയെങ്കിലും മുതിർന്ന നേതാക്കന്മാർ തങ്ങളുടെ അഹങ്കാരമൊക്കെ മാറ്റിവെച്ച് ആത്മാർത്ഥമായി പാർട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം, അപേക്ഷയാണ്. കാരണം പാർട്ടികൾ നമുക്ക് അത്യാവശ്യമാണ്. പ്രതിപക്ഷവും ഭരണപക്ഷവും പാർട്ടികളും ഒക്കെ നിലനിൽക്കേണ്ടതാണ്.
ഭരണപക്ഷത്ത് നടക്കുന്ന അഴിമതികളും അനീതികളും ചൂണ്ടിക്കാട്ടിക്കാൻ കരുത്തുറ്റ ഒരു പ്രതിപക്ഷം തന്നെ നമുക്ക് ആവശ്യമാണ്. ഇനിയെങ്കിലും നല്ല രീതിയിൽ എല്ലാ പാർട്ടികളും മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കാം. ജനാധിപത്യത്തിൻ്റെ നട്ടെല്ലാണ് പാർട്ടികളെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. താങ്ക് യു. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.